നമ്മുടെ ചന്ദ്രനിലെ ജീവന്റെ അംശങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകളിലേക്ക് സ്വാഗതം. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ തുടങ്ങിയ ജീവന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ നമ്മുടെ സൗരയൂഥത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഭൂമിയിലേക്കും ചന്ദ്രനിലേക്കും എത്തിച്ചേർന്നിരുന്നു. ഈ അത്യന്താപേക്ഷിത ഘടകങ്ങൾ ഭൂമിയിലും ചന്ദ്രനിലും എങ്ങനെ എത്തിയെന്ന് നോക്കാം. ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഈ ഘടകങ്ങൾ ഭൂമിയിലും ചന്ദ്രനിലും എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. പരിമിതമായ ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ കാരണം ചന്ദ്രൻ ഒരു പ്രകൃതിദത്തമായ ടൈം ക്യാപ്സ്യൂളായി പ്രവർത്തിക്കുന്നു. ഭൂമിയിലെ വിപുലമായ ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങളും ജൈവപ്രക്രിയകളും ഈ ആദ്യകാല ഇൻപുട്ടുകളുടെ നേരിട്ടുള്ള രേഖകൾ മായ്ച്ചുകളഞ്ഞിരിക്കുന്നു. എന്നാൽ ചന്ദ്രന്റെ പരിമിതമായ പ്രവർത്തനം അന്യഗ്രഹ ജൈവവസ്തുക്കളുടെ ചരിത്രവും പരിണാമവും കണ്ടെത്താൻ സഹായിക്കുന്ന രേഖകൾ സംരക്ഷിക്കുന്നു. ചൈനയുടെ ചാങ് E-5, ചാങ് E-6 ദൗത്യങ്ങൾ കൊണ്ടുവന്ന ചാന്ദ്രമണ്ണിലെ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചാന്ദ്രമണ്ണിലെ ഉപരിതല ധാന്യങ്ങളിൽ ആദ്യമായി നൈട്രജൻ അടങ്ങിയ ഒന്നിലധികം ജൈവ സ്പീഷീസുകൾ കണ്ടെത്തി. പുറത്തുനിന്നുള്ള എത്തിക്കൽ, ആഘാതമാറ്റങ്ങൾ, തുടർച്ചയായ സൗരവാതം വഴിയുള്ള പ്രോസസ്സിംഗ് എന്നിവയിലൂടെയുള്ള ഒരു പരിണാമപാത ഈ ഗവേഷണം വെളിപ്പെടുത്തുന്നു. ചാന്ദ്രമണ്ണിന്റെ ഉപരിതലത്തിൽ ജൈവവസ്തുക്കൾ പ്രധാനമായും 3 രൂപങ്ങളിലാണ് നിലനിൽക്കുന്നത്. അവ കണികകൾ പോലെയുള്ള ഉപരിതലത്തിൽ ഒട്ടിപ്പിടിച്ച ഉൾച്ചേർത്ത രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. രാസപരമായി ഈ വസ്തുക്കളിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നിവയുടെ ആധിപത്യമുണ്ട്. ഈ ചാന്ദ്രജൈവവസ്തുക്കളുടെ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ഐസോടോപ്പിക് ഘടനകൾ പ്രധാന സൂചന നൽകുന്നു. ഈ ഐസോടോപ്പിക് ഘടനകൾ ആഘാത സംഭവങ്ങൾ മൂലമുള്ള ബാഷ്പീകരണം, സാന്ദ്രീകരണം, പുനഃസ്ഥാപിക്കൽ പ്രക്രിയകൾക്ക് അനുസൃതമാണ്. ഈ ആഘാതങ്ങൾ നൈട്രജനും ഓക്സിജനും അടങ്ങിയ പുതിയ ഘടനകൾ ധാതുക്കളുടെ ഉപരിതലത്തിൽ രൂപപ്പെടുത്താൻ കാരണമായി. ഈ കണ്ടെത്തലുകൾ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ചന്ദ്രൻ എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നു.